ബ്ലാസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ആക്ഷൻ കിങ് അഭിനയിച്ച നല്ലൊരു ആക്ഷൻ പടം കൊള്ളാം. അതൊരു എന്താ പറയുക, ഔട്ട് ഓഫ് 10 5 ഓർ 4 കൊടുക്കാം. അല്ലാതെ അതിനപ്പുറം പോകത്തില്ല. ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് കണ്ടിരിക്കാം, ഒരു തവണ കാണാം. നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോൾ ബോറടിക്കത്തില്ല. പക്ഷെ ഒരു ടിപ്പിക്കൽ എന്താ പറയാ, തമിഴ് കൊമേഴ്ഷ്യൽ മൂവി തന്നെയാണ്, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. BGM അത്ര ഇമ്പ്രസീവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ഇതിനൊരു മിക്സഡ് റിവ്യൂ ആണുള്ളത് ഈ പടത്തിന് മൊത്തത്തിൽ ത്രൂ ഔട്ട്. എനിക്ക് പറയാനാണെങ്കിൽ കുറെ കൊള്ളാം, കുറെ കൊള്ളത്തില്ല. അതിനകത്ത് നായിക വാവ്, ജസ്റ്റ് വാവ്, എന്തുവാടെ ആക്ഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. പുള്ളിക്കാരി ഡാൻസ് മാത്രമല്ല, എൻ്റെ അമ്പു കിടിലൻ അഭിനയം, കിടിലൻ ആക്ഷൻ, ഒന്നും പറയാനില്ല. അഭിരാമി ടോപ്പ് നോച്ച് ആക്ഷൻ. പുള്ളിക്കാരിയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പുള്ളിക്കാരി ഇതുപോലെ ചെയ്യുമെന്ന്. അർജുൻ ആക്ഷന്റെ കാര്യത്തിൽ പറയണ്ടല്ലോ. പക്ഷെ അർജുനേക്കാളും കവച്ച് വെച്ച ആക്ഷൻ ആയിരുന്നു ഇതിനകത്ത് അമ്മയും മോളും, അതായത് അഭിരാമിയും പിന്നെ നായികയും, നമ്മുടെ അതിനകത്ത് ഇവരുടെ മോളായിട്ട് അഭിനയിക്കുന്നത്. പുള്ളിക്കാരി നമ്മുടെ സർവ്വമായകത്ത് നമ്മുടെ നിവിൻ പോളിയുടെ ക്രഷ് ഉണ്ടല്ലോ, നിവിൻ പോളി ഒരു പുള്ളിക്കാരിയായിട്ട് റിലേഷനിലാവുന്ന ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്ന നമ്മുടെ കൂടെ ആ സാധനത്തിനകത്തൊക്കെ അഭിനയിച്ച പുള്ളിക്കാരി. പുള്ളിക്കാരി പറ്റി പേര് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലടേ. പുള്ളിക്കാരി ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ എന്താ പറയാ, അബ്സല്യൂട്ട് ആക്ഷൻ, പീക്ക് ആക്ഷൻ. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞൊരു അപരാധിച്ച പടം ഉണ്ടായിരുന്നല്ലോ, ആര്യ അഭിനയിച്ച ഒരു സ്പൈ മൂവി. അതിനകത്ത് നമ്മുടെ ആകെയുള്ള ഒരു പ്ലസ് പോയിന്റ് നമ്മുടെ മഞ്ജു വാര്യരുടെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതുപോലെ അതിനേക്കാളും കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ മൂവീസിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാധിച്ച് വെച്ചിട്ടുണ്ടാവുള്ളൂ. വിക്രമിനകത്ത് ആ ഏജന്റീന, അതേപോലെ തന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ പടത്തിനകത്ത് നമ്മുടെ മഞ്ജു വാര്യർ ചെയ്തിട്ട്, മഞ്ജു വാര്യർ എന്തുവാടെ, എനിക്ക് ആ പടത്തിനകത്ത് ഇമ്പ്രസ്, ഞാൻ വാതറന്നു അന്തം വിട്ടുപോയി ആ സീൻ കണ്ടപ്പോൾ. അതുപോലെ ഈ ത്രൂ ഔട്ട് ഈ പടത്തിനകത്ത് ഇങ്ങനൊരു സാധനമാണ്. ബിയോണ്ട് ദാറ്റ് ഒരു ടിപ്പിക്കൽ വില്ലൻ ചെയ്യാൻ വരുന്ന അട്രോസിറ്റീസിനെ കവച്ച് വെച്ച് ഇത് ചെയ്യുന്ന നായകൻ, നായിക, അവരുടെ ഫാമിലി, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ പ്ലോട്ട് കൊള്ളാം. ഒരു ആക്ഷൻ ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനം ആ ട്രെയിലറിൽ നിങ്ങൾ കാണുന്ന സെറ്റപ്പ് തന്നെയാണ് ത്രൂ ഔട്ട് പടം. പിന്നെ കൊടുക്കുന്ന ആ ഒരു ബിൽഡപ്പ് ഇല്ലേ, കൊടുക്കുന്ന ബിൽഡപ്പിന് ഇത് എന്താ പറയാ, എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ടേഴ്സ് ആയാലും BGM ആയാലും എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ BGM അത്ര പോരാ, നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. പിന്നെ പറയാനാണെങ്കിൽ വില്ലൻ, പുള്ളിയുടെ ശരിക്കും പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. എനിവേ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിയുടെ പേരെന്ന് പറയുന്നത് ഹൈയോൺ കോക്കൻ എന്നാണ്. പുള്ളിയെ വേറെ എവിടാ ഞാൻ കണ്ടിട്ടുള്ളത്, സലാറിലാണോ KGF ഐ തിങ്ക് സലാർ ഓർ KGF. എനിവേ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് ആളിന് ഇതേപോലെ കുറേ റോൾസിൽ, വില്ലൻ റോളിലൊക്കെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പുള്ളി നല്ലൊരു നടനാണ് ആക്ച്വലി. പുള്ളി നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ള നല്ലൊരു നടനാണ്. പക്ഷേ പുള്ളിയെ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. മെയിനായിട്ട് പുള്ളിയുടെ ക്യാരക്ടറിനെ കൊടുക്കുന്ന ഒരു BGM, ഇങ്ങനെ നിലവിളിക്കുന്നൊരു BGM വേണം. എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന BGM ഇത് തന്നെയാണ് അതിനകത്തുള്ളത്. ലിറ്ററലി നിലവിളിക്കുന്ന BGM, എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന BGM. അത് ഭയങ്കര അരോചകമാണ്. എൻ്റെ ബാക്കിലിരുന്ന പയ്യന്മാരൊക്കെ ആ സീൻ വരുന്നതിന് തൊട്ട് മുന്നേ ഈ വില്ലനെ കാണിക്കുമ്പോൾ ഈ BGM ഇടുമെന്ന് അറിയാം. അതുകൊണ്ട് അളിയന്മാര് ബാക്കി ഇരുന്നിട്ട് ഈ BGM വരുന്നതിന് മുന്നേ തന്നെ അത് ഇടുന്നുണ്ട്. അതിടുമ്പോഴും ഈ BGM വരുമ്പോഴും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അമ്മാതിരി ഒരു സിക്ക് സാധനം. പിന്നെന്താ പറയാ, പടം കൊള്ളാം, ഒരു തവണ കാണാം. അല്ലാതെ ഈ പടത്തിന് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്നൊന്നും പറയാനൊന്നും ഇല്ല. കൊള്ളാം. അർജുനെയൊക്കെ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നു ഒരുപാട്. അർജുനെ ഒന്നും ആരും യൂസ് ചെയ്യുന്നില്ല. ഒരു മങ്കാത്തക്കകത്തുള്ള റോളല്ലാതെ ഞാൻ വേറെ എവിടെയും നല്ല റോളായിട്ട് കണ്ടില്ല. പിന്നെ പഴയ കുറേ മല സീരീസ് ഉണ്ട്, അതായത് ഏഴുമല, തിരുമല എന്നായിരുന്നു, ഏഴുമല എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അങ്ങനെ മല വെച്ചുള്ള പേര്, ഗിരി, ഇതൊക്കെ വെച്ച് മലയുടെ സിമിലർ ആയിട്ടുള്ള പേര് വെച്ചിട്ട് കുറേ പടങ്ങൾ പുള്ളിക്കുണ്ട്. അതിനകത്തൊക്കെ ആക്ഷൻ കൊള്ളാം, ആകെ ശോകമാണ്. അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഞാൻ പുതിയ വീഡിയോ ചെയ്യുന്നുണ്ട് എൻ്റെ യാന്ത്രികൻ എന്ന് പറഞ്ഞ ചാനലിനകത്ത്. അതിനകത്ത് ഫുള്ള് റോസ്റ്റിംഗ് വീഡിയോസ് ആണുള്ളത്. ഞാൻ കണ്ട പടത്തിനകത്തൊക്കെയുള്ള റോസ്റ്റിംഗ് എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അതായത് റോസ്റ്റ് ചെയ്യാൻ പറ്റിയ സിനിമകളൊക്കെ വെച്ചിട്ട് ഞാൻ റോസ്റ്റ് ചെയ്യുന്നൊരു ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഒരു 5-4 കൊടുക്കാം ഔട്ട് ഓഫ് 10. അല്ലാതെ ഈ പടത്തിന് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല.